നമ്മൾ ബലെനോ വാങ്ങാൻ പോവാണ് എന്നാൽ ബ്രസ മേടിക്കാം, നമ്മൾ ഫ്രോങ്സ് മേടിക്കാൻ പോവാണ് എന്നാൽ ബ്രസ മേടിക്കാം, നമ്മൾ സെലേറി മേടിക്കുകയാണ് കുറച്ചുകൂടി കൂട്ടിയിട്ട് ബ്രസ മേടിക്കാം. ആ മൈൻഡിലേക്ക് എത്തുന്നത്. മാരുതി സുസുക്കിയുടെ ബ്രസ ഇന്ന് ലോഞ്ചാണ്, പുതിയ മോഡൽ. അതായത് ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, മാറ്റങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, വിവരങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഒരു നല്ല ഇൻവൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഇൻവൈറ്റ് എന്ന് പറയുന്നത് തുറക്കരുത് 8:30 വരെ, 8:30ക്കാണ് നമ്മുടെ ലോഞ്ച് തുടങ്ങുന്നത്. അല്ല, ലോഞ്ച് 7 മണിക്കാണ്, 8:30ക്കാണ് ഈ ഇൻവൈറ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഇൻവൈറ്റ് ഒക്കെ തന്നു. ഹോട്ടൽ റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. കാർ കമ്പനികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് വരുന്ന വ്ളോഗേഴ്സിനെ, ജേർണലിസ്റ്റുകളെ, മീഡിയ പേഴ്സൺസിനെയൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യും. കാരണം അവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടി കണക്കിലെടുത്ത് വേണം വീഡിയോ ഉണ്ടാക്കാനുള്ള മൈൻഡാണ്. പക്ഷേ പല ആളുകൾ അങ്ങനെയല്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. ചിലർ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് വലിയ ഒരു പുകഴ്ത്തലോ അല്ലെങ്കിൽ വലിയ കുറ്റം പറച്ചിലോ ഉണ്ടാവാറില്ല. എന്തായാലും ഈ മീഡിയ ഇവൻറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വന്ന് സെറ്റിലായി ലോഞ്ചിന് പോയി, ലോഞ്ച് അറ്റൻഡ് ചെയ്ത് ഡിന്നർ വെച്ചൊന്ന് കടന്നു പോയി രാവിലെ വണ്ടി എടുത്ത് ഓടിക്കുകയാണ്. ഈ നാളത്തെ ഡ്രൈവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വണ്ടി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മുർഫീസ് ലോ പറയില്ലേ, അതുപോലെ പല കാര്യമുണ്ട്. എന്തായാലും അങ്ങനെ എനിക്ക് വണ്ടി ഒറ്റയ്ക്ക് കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഷെയറിംഗ് ആയിരിക്കും. ഷെയറിംഗ് ആണെങ്കിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ സകല മൂടോടെ പോവും. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് ഹയാത്ത്, ഗ്രാൻഡ് ഹയാത്തിൻ്റെ എൻ്റെ റൂം എന്ന് പറയുന്ന ഇന്നത്തെ ബ്രസ ഓടിക്കാൻ വന്നിക്കല്ലേ. നല്ല മഴ വരുന്നുണ്ട്. ബ്രസ മഴ കൊണ്ടുപോകണാവോ? ഓക്കെ, ഇതേ അവിടെയാണ്, ആ ഭാഗത്താണ് ബ്രസ കിടക്കുന്നത്. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു അവസ്ഥ. കാർമേഘം കൊണ്ട് മൂടിയ മഴക്കാറുണ്ടോ, മഴക്കാർ കൊണ്ട് മൂടിയേക്കാണ്. ശരി, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ടുള്ള ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. എന്തായാലും നാളെ വണ്ടി എടുത്ത് പോക്കുള്ളൂ. ഓരോ ഇവൻറ്റും ഗംഭീരമാക്കാൻ കമ്പനികൾ ശ്രദ്ധിക്കാറുണ്ട്. LED വാളും ഡിസൈൻ എലമെൻറ്റുകളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് ജഗ പുകയായിരിക്കും ഇവൻറ്റുകളൊക്കെ. ബ്രസ വന്നു എന്ന് മാത്രമല്ല, ബ്രസയുടെ കുറേ ആടുകൾ, അതായത് ഇത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആടുകൾ വന്നു. യൂത്ത്ഫുൾ ആണെന്ന് പറഞ്ഞത് തടപോരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു. കുറേ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വണ്ടിയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് തിരക്കിൻ്റെ ഇടയിലാണല്ലോ എന്നൊക്കെ തോന്നാറില്ലേ. അതിന് കാര്യം എന്ന് പറയുന്നത്, വളരെ തിരക്കിൻ്റെ ഇടയിലെ ആളുകളോട് അംഗം വെട്ടി തന്നെയാണ് ഓരോ വാക്കറൗണ്ടുകളും ഓരോ കാര്യങ്ങളും. സിനിമയോ സീരിയലോ മറ്റു കോണ്ടന്റോ പോലെ അല്ല ഓട്ടോമൊബൈൽ കണ്ടന്റ് എന്ന് പറയുന്നത്. വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഒന്നാണ്. പറയുന്ന ശൈലി വ്യത്യാസപ്പെട്ടേക്കാം, പക്ഷേ കാര്യങ്ങളെല്ലാം ഒന്നാണ്. ആളുകൾക്ക് ഇത് ആദ്യം എത്തിക്കുന്നവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവും എന്നുള്ളത് പരമമായ സത്യമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ആദ്യം ഇടുന്നതിന് കൂടുതൽ വ്യൂ കിട്ടും. കുറച്ചുകൂടി പ്രമുഖരായിട്ടുള്ള, കുറച്ചുകൂടി വ്യൂ ഉള്ള, കുറച്ചുകൂടി വലിയ ആളുകൾക്ക്, വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വണ്ടി നേരത്തെ കൊടുക്കുന്ന പതിവും ചില മാനുഫാക്ചേഴ്സിനുണ്ട്. അവർക്കത് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, എന്തായാലും പിന്നീട് നടന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ഇൻവൈറ്റ് ആയിരുന്നു 8 മണിക്ക് തുറക്കാൻ പറഞ്ഞത്. ഇതിനകത്ത് DJയും അല്ലെങ്കിൽ ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പ്യുവർ എൻജോയ്മെൻ്റ് ആണ്. അതായത് ആഫ്റ്റർ പാർട്ടി എന്നാണ് മാരുതിനെ വിളിക്കുന്നത്. ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. പതിവിന് വിപരീതമായിട്ട് പലർക്കും ഷെയറിംഗ് ആണെങ്കിലും എനിക്കൊരു വണ്ടി ഒറ്റയ്ക്ക് കിട്ടി. എന്തോ സംഭവിച്ചു. എന്തായാലും വണ്ടികൾ നമ്മളെ കാത്ത് കിടപ്പുണ്ടായിരുന്നു. എല്ലാം ആദ്യം കിട്ടിയ ബാച്ച് എല്ലാം ഒരേ കളറാണ്. അതിലൊരു വണ്ടി നമുക്ക് എടുത്തു പോകാൻ തീരുമാനമായി. ഞാൻ വണ്ടി എടുത്തിറങ്ങി. മാരുതി സുസുക്കിക്ക് പ്രിയപ്പെട്ട ഒരു വണ്ടിയുണ്ട്. അരീന വഴി വിറ്റിരുന്ന വണ്ടിയായിരുന്നു അത്. പക്ഷേ വിക്ടോറിയസ് വന്നപ്പോൾ ആ വണ്ടി കുറച്ച് പിന്നാക്കം പോയോ എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ബ്രസയ്ക്ക് ഇന്നും അന്നും എന്നും ആരാധകരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആ ബ്രസയുണ്ട്. ഇതാണ് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ബ്രസ. ഈ ബ്രസയുടെ മാറ്റങ്ങളും ഇതിൽ വന്നിട്ടുള്ള എൻജിനും അതിൻ്റെ പുതിയ ഗിയർ ബോക്സും എല്ലാം എങ്ങനെയുണ്ട് എന്നുള്ളതും, എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകളെന്നും അക്കമിട്ട് നിരത്തി പറഞ്ഞു തരാം. പുതിയ ബ്രസ LXയുടെ വില തുടങ്ങുന്നത് 7,40,000 രൂപയിലാണ് എക്സ്ഷോറൂം. അങ്ങനെ കേട്ടപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചോ. അത് ടർബോ പെട്രോൾ 1 ലിറ്റർ എഞ്ചിനായോണ്ടാ ടാക്സിൻ്റെ കുറവ്. എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് LXi മുതൽ അങ്ങോട്ട് ടർബോ പെട്രോൾ ഉണ്ട്. എന്തായാലും ആദ്യം ഞാൻ എൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ച് പറയട്ടെ. അത് ഊന്നി പറയണം, ചെറിയ ചെറിയ മാറ്റങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ വണ്ടികൾക്ക് ആത്മാവുണ്ടെന്ന്? ഒരു സോള്, വണ്ടിയെ ജീവൻ പോലെ കൊണ്ടു നടക്കുന്നവർക്ക് അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ നമ്മൾ ഉപയോഗിച്ചു, എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണമെങ്കിൽ, അതെ, ഒരു വാഹനത്തിന് ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ വേണമെങ്കിൽ ഓട്ടോമൻ ആപ്പ്. ഇത് വെറും ഒരു ആപ്പല്ല, വാഹന സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പാണ് ഓട്ടോമൻ. നിങ്ങളുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിയ അന്ന് മുതലുള്ള പർച്ചേസ്, സർവീസ്, മോഡിഫിക്കേഷൻ, ഡീറ്റെയിലിംഗ്, ഫോട്ടോസ്, വീഡിയോസ്, വണ്ടിയിൽ പോയ ട്രിപ്പ്, ഈവൻറ്റ്സ് എന്ന് വേണ്ട എൻജിൻ്റെ സൗണ്ട് പോലും ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇതാണ് റിയൽ വെഹിക്കിൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ലെഗസി എന്ന് പറയുന്നത്. നിങ്ങൾ വണ്ടി വിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ബയറിനെ കാണിക്കാൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ?
ഇതിനൊക്കെ പുറമെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ്, സ്പെയർ പാർട്സ്, ഡീറ്റെയിലിംഗ് ഷോപ്പ്, ഡീലർഷിപ്പ് എന്ന് വേണ്ട പങ്ക്ചർ ഷോപ്പ് വരെ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് കസ്റ്റമർ റിവ്യൂ. ഈ ആപ്പ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. മാരുതി സുസുക്കി ബ്രെസ ടർബോ പെട്രോൾ മുംബൈയിലൂടെ ഓടിക്കുകയാണ്. ടർബോ പെട്രോൾ മുംബൈയിലൂടെ ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ ടർബോനെ മാരുതി വിളിക്കുന്നത് ബൂസ്റ്റർ ജെറ്റ് എന്നാണ്. 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഈ എഞ്ചിൻ നമ്മൾ ഫ്രോങ്സിൽ കണ്ടിട്ടുണ്ട്. ആ എഞ്ചിൻ്റെ പവറും ടോർക്കും പക്ഷേ ഈ വണ്ടിയിൽ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ബ്രെസയ്ക്ക് 109 HP പവർ ഉണ്ട്, 170 Nm ടോർക്കും ഉണ്ട്. സിറ്റി ഡ്രൈവബിലിറ്റി ആണ് ഇവർ ഇതിൻ്റെ ഉന്നം വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ടോർക്ക് കറവിൻ്റെ ഒരു മീറ്ററൊക്കെ വെച്ചിരുന്നു അവിടെ നമ്മുടെ പ്രസൻറ്റേഷൻ സമയത്ത്. അതിനകത്ത് ആ ടോർക്ക് കറവിൽ 170 അഥവാ പീക്ക് ടോർക്കിലേക്ക് വണ്ടി എത്തുന്നത് ഏറെക്കുറെ 2200 RPM. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സിറ്റി ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് മികച്ചതാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിന് താങ്ക്സ് പറയേണ്ടത് ഇവർ ഈ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഒരു കാര്യത്തിൽ കൂടി വരുത്തിയ മാറ്റത്തിനാണ്. അതായത് ഈ വണ്ടിക്ക് ഇവർ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബ്രെസയുടെ ടർബോ പെട്രോൾ ജോയ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തൂസിയാസ്റ്റുകളുടെ ഒരു വണ്ടിയായിട്ട് മാറട്ടെ ടർബോ പെട്രോൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കണമെന്ന് തോന്നുന്നു ഇവർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഒരു പുതിയ ഗിയർ ബോക്സ് ആണ്. ഒരു 6 സ്പീഡ് മാനുവലാണ്. ഓക്കെ, ഒരു പക്ഷേ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കാണ്, ഇനി ഒരു ഓട്ടോമാറ്റിക് കൂടി വെച്ച് നോക്കിയിട്ട് പരീക്ഷിക്കാനുള്ള സമയം ഉണ്ടാവാത്തതുകൊണ്ടാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മൾ ചോദിച്ചു ഈ വണ്ടിക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോയെന്ന്. അപ്പോൾ എടുത്ത വഴിക്ക് മാരുതിക്കാർ പറഞ്ഞില്ല അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ ഇല്ലെന്നാണ്. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ ഡിസയർ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മോട് പറയുന്ന പുതിയ മോഡലേ ഇത് ടാക്സിക്കാർക്ക് കൊടുക്കില്ല, പ്രൈവറ്റ് ബയേഴ്സിന് മാത്രമാണ്. പക്ഷേ 4-ാം മാസം അവർ ആ വണ്ടി എടുത്തിട്ട് ടാക്സിക്ക് കൊടുത്തു. ടാക്സിക്ക് എന്താടാ കുഴപ്പം? സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അതുകൊണ്ട് ആ കഥ നമുക്ക് വിശ്വസിക്കണ്ട. ചിലപ്പോൾ ഓട്ടോമാറ്റിക് വന്നു എന്നൊക്കെ വരും. എന്തായാലും ഈ പുതിയ ഗിയർ ബോക്സിനെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെ പ്രസംഗത്തിൽ പുതിയ ഗിയർ ബോക്സിനെ കുറിച്ച് 2 വാക്ക് പറയേണ്ടതുണ്ട്. ഓക്കെ, ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ മറ്റുള്ള വണ്ടികളിലെ ഗിയർ ബോക്സ് പോലെയല്ല, ഒരിത്തിരി നോച്ചിയായിട്ട് ഫീൽ ചെയ്തു. ലോങ് ത്രോ ആണ്, വലിയ ലിവറാണ്. ഓക്കെ, വലിയ വണ്ടിക്ക് വലിയ ലിവർ, വലിയ ലിവറിന് വലിയ ത്രോ എന്ന് പറയില്ലേ. കുറച്ചുകൂടി ഒരിത്തിരി കൃത്യതയുള്ള ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ നല്ലതാ തോന്നി, ഒരിത്തിരി ഷോർട്ട് ആയിരുന്നെങ്കിൽ നല്ലതാ തോന്നി. ഓക്കെ, അതവിടെ തീരാണ്. പക്ഷേ ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. നമ്മൾ ഓടിക്കുന്നത് ഒരു മാനുവൽ ഷിഫ്റ്റുള്ള വണ്ടിയാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് കാലിനൊരു ആയാസവും തരാത്തൊരു ക്ലച്ചാണ്. ഒരു തമ്പ് കൊണ്ട് വരെ പ്രസ് ചെയ്യാവുന്ന ക്ലച്ചാണ്. സ്പ്രിങ്ങി അല്ല, അതുപോലെ ഹെവി അല്ല, അതുപോലെ ചാട്ടം കളികളും ഇല്ല. സ്മൂത്താണ് ക്ലച്ച് എന്നുള്ളതാണ് അത് ഈ വണ്ടിയുടെ ഗുണമാണ്. അപ്പോൾ എൻജിനും ഗിയർ ബോക്സും ക്ലച്ചും കൂടി ചേർന്ന് നല്ലൊരു ഡ്രൈവ് പ്രദാനം ചെയ്യുന്ന ഒരു വണ്ടിയാണ് ബ്രെസ എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് പറയണ്ടേ. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2200 RPM ടോർക്ക്, പീക്ക് ടോർക്ക് വരുന്നത്. അപ്പോൾ ടാക്കബിൾ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിക്ക് റിഫൈൻമെൻറ്റ് ലെവൽ എങ്ങനെയാണ്? ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ബോണ്ട് തുറന്നു നോക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിനിൽ കിടന്ന് ഇളകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. പക്ഷേ അകത്തേക്ക് സൗണ്ടും ലഹളയും ഒന്നുമില്ല. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 3 സിലിണ്ടർ ടർബോ പെട്രോൾ ആണ് മാരുതി സുസുക്കി ബ്രെസയ്ക്ക്. ഈ മുൻവശത്ത് ഗ്രില്ലിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ആദ്യ ജനറേഷൻ ബ്രെസയുടെ ഗ്രില്ലുമായിട്ടൊരു സാമ്യം എനിക്ക് തോന്നി. പിന്നെ മുകളിൽ ക്യാമറ ഒന്നും കാണില്ല, അഡാസില്ല, ചെറിയൊരു സൺറൂഫേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. 2 റൂഫ് റെയിൽസ് ഉണ്ട്. നേരെ നോക്കിയാൽ LED ഹെഡ് ലാംപ്സ് കാണാം. ഈ LED ഹെഡ് ലാംപ്സ് താഴെ കാണുന്ന ഫോഗ് ലാമ്പ്, പിന്നെ ഫ്രണ്ടിലെ വലിയ മാറ്റമായിട്ടുള്ള പാർക്കിംഗ് സെൻസേഴ്സും ഉണ്ട്. ഓക്കെ, 360 ക്യാമറയുടെ ക്യാമറയും കാണാം. ഇതിന് പ്രോക്സിമിറ്റി സെൻസർ വെച്ചിട്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററൊക്കെ ഉണ്ട്. വശങ്ങളിൽ പറയാനുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ വീലാണ്. ഈ വീലിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീലിൻ്റെ ഡിസൈനിൻ്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ റെഡ് ഇൻസെർട്ടുകൾ ഈ ഒരു വണ്ടിക്കുള്ളതാണ്. അത് ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിന് മാത്രമുള്ളതാണ്. നമ്മൾ 1.5 NA എഞ്ചിൻ കണ്ടു, അതിനകത്ത് ഈ സംഗതികളൊന്നുമില്ല. പിന്നെ ടർബോ ആണെന്നും ടർബോ ബൂസ്റ്റർ ജെറ്റ് ആണെന്നും ഉള്ള ഒരു സ്റ്റിക്കർ ഇവിടെ ഗ്ലാസ്സിൽ കൊടുത്തിട്ട് അത് കൊള്ളാം. ഇവിടത്തെ താഴെയും ഉണ്ടാവും ഒരു റെഡ് ഇൻസെർട്ട്. അപ്പോൾ ഈ ടയറിൻ്റെ സൈസ് എത്ര? 215 60 616 ആണ്. 16 ഇഞ്ച് വീലാണ്. അപ്പോൾ ഈ ക്ലാഡിങ്ങുകളും അതുപോലെ കളർ കോമ്പിനേഷനുകളും അതുപോലെ ഗ്രാഫിക്സും അല്ലാണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടില്ല. ബ്രെസയുടെ പിൻവശത്തുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ടർബോ ബൂസ്റ്റർ ജെറ്റ് ലോഗോ കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഇത് സ്മാർട്ട് ഹൈബ്രിഡാണ്. ഓക്കെ, ലൈറ്റുകളുടെ ഡിസൈനിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും പറയാനില്ല. പിന്നെ ബ്രെസ എന്നുള്ള നാമകരണമുണ്ട്, ഡിഫോഗറുണ്ട്, സ്പോയിലറുണ്ട്, വൈപ്പറുണ്ട്, താഴെ ബമ്പറിൻ്റെ ഇൻസെർട്ടുകളും കാണാം. കണ്ടോ? ഇവിടെ ഈ ഒരു വീലിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ ഈ അലുമിനിയം ഇൻസെർട്ടുള്ള ഈ റൂഫ് റെയിൽ എടുത്ത് എറിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇതാണ് ഗ്ലാസ് വാഷ് ചെയ്യുന്ന സുന എന്ന് പറയുന്നത്. ഇത്
ലൈറ്റാണ്. ഇവിടെ വൈപ്പർ ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബൂട്ട് തുറക്കുകയാണെന്ന് വെച്ചോ, ഈ ബൂട്ട് തുറക്കി വണ്ടി സമ്മതിക്കില്ല. കാരണം നമ്മൾ സിംഗിൾ ലോക്കിൽ ഡ്രൈവർ ഡോർ മാത്രം തുറക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് മാറ്റണം. ഈ മീഡിയ ഡ്രൈവിൻ്റെ മുകളിലേ, വണ്ടിയുടെ മുകളിലേ എപ്പോഴും സ്റ്റിക്കറുകൾ കാണാം. ഇത് V33 എന്ന് പറയുന്നത് വണ്ടി പ്രാന്തൻ 33 അല്ല, വെഹിക്കിൾ 33 ആണ്. എന്തായാലും ഒരു തമാശ പറഞ്ഞാണേ. ബൂട്ടിൽ മാറ്റങ്ങളില്ല. ഇത് പഴയ ബ്രസയിൽ കണ്ട അതേ ബൂട്ട് സ്പേസൊക്കെ തന്നെയാണ്. കാരണം ബോഡി മാറ്റങ്ങളില്ല. 60-40 സ്പ്ലിറ്റ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ആ സ്റ്റോറേജ് സ്പേസും ലൈറ്റും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതങ്ങോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്പെയർ വീൽ ഇല്ല എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇതാണ് ആ ഒരു പഞ്ചർ കിറ്റ്. ഓക്കെ, ബ്രസയും സ്പെയർ വീൽ ഡിച്ച് ചെയ്തു പോകും. 7,40,000 രൂപയ്ക്കാണ് ഇവരിതിൻ്റെ LXI വേരിയൻ്റെ പ്രൈസ് നല്ല ഇൻട്രഡക്ടറി ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും ചെയ്തു, വില കുറച്ചല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ നോക്കിയപ്പോഴേ സ്പെയർ വീലില്ല. ഓക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ ഒഴിവാക്കലുകളും എവിഡൻ്റാണ്. എന്തായാലും നല്ല കാര്യമെന്ന് പറയുന്നത് വില കുറച്ചു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ താഴെ നമുക്ക് LXI വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നുള്ളത് ബ്രസയുടെ ഗുണം തന്നെയായിരുന്നു. അത് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലേറിയോ അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടൺ അല്ലെങ്കിൽ ബലേനോ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടിയായിട്ടുള്ള ഫ്രോങ്സ് 1 ലിറ്റർ ഉണ്ട്. ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രത്യേകത കൂടുതലാണ്. അപ്പോൾ ഫ്രോങ്സിനേക്കാളും ഗുണം ബ്രസയ്ക്കാണ്. അതായിരുന്നു, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. 1 ലിറ്റർ ഇല്ലാന്നൊരു പ്രശ്നം ഇനിയിപ്പോൾ ഇല്ല, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് പുതിയ ബ്രസ എന്ന് മനസ്സിലായില്ലേ. മാറ്റങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും ശരിക്കും അകത്ത് വന്ന മാറ്റം എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. ഓക്കെ, എന്തായാലും HUD ഡിസ്പ്ലേയുടെ ആ ഒരു ഗ്ലാസ് നമുക്ക് കൂളിംഗ് ഗ്ലാസ് പോലെ കാണുന്നുണ്ട്. പിന്നെ ഓട്ടോ വൈപ്പറിൻ്റെ സെൻസർ കാണാം. ഓട്ടോ ഹെഡ് ലാംപ്സും ഓട്ടോ വൈപ്പേഴ്സൊക്കെ വണ്ടിക്ക് ഉണ്ട്. എന്തായാലും ഫീച്ചേഴ്സ് കുറേ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ മിററിൽ ക്യാമറ ഉണ്ട്, 360 ക്യാമറയാണ്. ഇതാണ് മാരുതി സുസുക്കി ബ്രസയുടെ പുതിയ മിൽ അഥവാ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിൻ ഒരു ചെറിയൊരു വിറയിൽ കാണുന്നുണ്ടെങ്കിലും അകത്തിരിക്കുമ്പോൾ സൗണ്ട് ലെവലൊന്നുമില്ല. വെൽ റിഫൈൻഡ് ആണ്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 109 PS ആണ്. അതായത് എന്നെ ബ്രസയേക്കാളും ഫ്രോങ്സിനേക്കാളും പവർ ഉണ്ട്. 170 ന്യൂട്ടൺ മീറ്ററോളം ടോർക്കുമുണ്ട്. നീറ്റായിട്ടുള്ള എൻജിൻ ബേ, എൻജിൻ്റെ ബോണസ് ഇൻസുലേഷൻ, അങ്ങനെ പറയുമ്പോൾ റിഫൈൻമെൻറ്റ് ലെവൽ നല്ലതാണ്. ഇവിടെ ഈ LED ഹെഡ് ലാമ്പിൻ്റെ ശരിക്കുള്ള രൂപം കാണാം. ഈ ഗ്രില്ലിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ എലമെൻറ്റുകളും ഈ ചുവന്ന ഇൻസേർട്ടും ഈ സുസുക്കിയുടെ ലോഗോ വെച്ചേക്കുന്നതൊക്കെയാണ് പുതുമകളായിട്ട് പറയാനുള്ളത്. ഇത് പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ്, വിച്ച് ഈസ് ഗുഡ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഈ ടോക്കിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ കണ്ട കാറുകളിൽ ഏറ്റവും വലുതാണ്. അത് ഈ ഇൻസൈറ്റിലാണ്. ഒരുപാട് എലമെൻറ്റുകളുള്ള ഒരു ബമ്പർ ഡിസൈനായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. ഈ എൻജിൻ ബേയിൽ സ്റ്റെറ്റിൻ്റെ മുകളിൽ കവർ വെച്ചിരുന്നില്ലേ, ഈ റബ്ബർ ക്യാപ്പ്, അതൊക്കെ വലുതാണ്. അതിവിടെയും കാണാം. അതൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക അകത്ത് വരാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഈ വയറിൻ്റെ ലൂമൊക്കെ വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് പീസൊക്കെ കൊള്ളാം. ഇതാണ് ഫ്യൂസ് ബോക്സ്. ഇത് വളരെ ഈസിയാണ് റിമൂവ് ചെയ്യാനായിട്ട്. അതായത് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് 12 വോൾട്ട് ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എൻജിൻ മൗണ്ട്സ് കാണാം. എൻജിൻ മൗണ്ട്സിൻ്റെ പോലെ കണ്ടാൽ അറിയാം, റിഫൈൻമെൻറ്റിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. പിന്നെ അതാണ് ഗിയർ ബോക്സിൻ്റെ കേബിളുകൾ എന്ന് പറയുന്നത്. ഗിയർ കേബിളുകൾ എന്ന് പറയുന്നത് സ്റ്റീറിനൊക്കെ താഴെ കാണാം. സ്റ്റെബിലൈസർ ബാർ ഉണ്ട്. ആ സ്റ്റെബിലൈസർ ബാറൊക്കെ നമുക്ക് ഇതിനകത്തോട് കാണാം കേട്ടോ. പിന്നെ വണ്ടി ചേസിസ് നമ്പർ എവിടെയെന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടില്ല. അതിവിടെ കൗളിന് താഴെയായിട്ടാണ്. അത് ABS യൂണിറ്റാണ്. അതാ കാണുന്നു നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്. ഇത് വൈപ്പർ ഫ്ലൂയിഡിൻ്റെ ഇവിടെ ഒരു അലുമിനിയം ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടർബോയുടെ ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ ടർബോ ആണ്, ചെറിയ എഞ്ചിനാണ്, പക്ഷേ പവർ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ടർബോയിലും അല്ലെങ്കിൽ ട്യൂണിങ്ങിലുമുള്ള മാറ്റങ്ങളായിരിക്കണം. ചിലപ്പോൾ ട്യൂണിങ്ങിൽ മാത്രമേ മാറ്റം കാണുള്ളൂ. എന്തായാലും നീറ്റായിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ്. ഇനി ഇത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അതുകൂടെ പറയാം. സംഭവം സിമ്പിളാണ്. ഒരു വണ്ടിയുടെ എൻജിന് 4 സ്ട്രോക്കുകളാണ്: ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഓക്കെ, അങ്ങനെ ആ ഒരു സ്ട്രോക്കുകൾ നടക്കുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗ് കത്തുമ്പോൾ ഇന്ധനം സ്പ്രേ ചെയ്യുന്നത് വണ്ടികളിൽ ഡയറക്റ്റ് സിലിണ്ടറിലേക്കല്ല. സാധാരണ പെട്രോൾ കാറിൽ അത് പോട്ടിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എയറിൻ്റെ കൂടെയാണ് സിലിണ്ടറിലേക്ക് വരിക. പക്ഷേ DI അഥവാ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആകുമ്പോൾ അത് പ്ലഗിനപ്പുറത്ത് ഒരു ഇഞ്ചക്ടർ വെച്ചിട്ട് ആ ഇഞ്ചക്ടറിലൂടെ ഡയറക്റ്റ് ആയിട്ടാണ് സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്യുക. ബെറ്റർ ഇഗ്നീഷൻ, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി, ബെറ്റർ പവർ. അതാണ് ഗുണം. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്യൂൽ ഇഞ്ചക്ടറുകളുടെ പ്രഷർ കൂടുതലാണ്. അതുപോലെ മെയിൻ്റനൻസ് കാര്യങ്ങളും കൂടുതലായിരിക്കും. അതുപോലെ ചിലവ് കൂടുതലാണ്. ഓക്കെ, എന്തായാലും ഇത് DI ആണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ബ്രസയ്ക്കകത്ത് കയറാനായിട്ടേ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാം, എന്നിട്ട് കയറാം. സാധാരണ മാരുതിയുടെ കീ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്ന് പറയുന്നത് റിക്വസ്റ്റ് സെൻസറിൽ ഞെക്കിയിട്ടും കയറാം. ഇവിടെ ഞെക്കിയാലും തുറക്കും. അപ്പോൾ ഞാനത് തുറക്കുകയാണ്. തുറന്നു കഴിയുമ്പോൾ അകത്ത്
അകത്തെ മാറ്റത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വിക്ടോറിയസിൽ കണ്ട 10.1 ഇഞ്ച് സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ രൂപം കണ്ടോ, മാറ്റങ്ങൾ പറയാനില്ല. പക്ഷേ ഈ ബ്ലാക്ക് ഇൻസെറ്റൊക്കെ കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതാണ്. ഇതിന് അഡാസ് ഇല്ല, പക്ഷേ ഇവിടെ ചില കൺട്രോൾസൊക്കെ കാണാം. ക്യാമറ, ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അതുപോലെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. AC വെൻറ്റുകളും മാറ്റമുണ്ട്. പിന്നെ ഈ മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് 2 സാധാരണ മീറ്ററാണ് കാണുക എന്നുള്ളത് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഐ ലവ് ദിസ് മീറ്റേഴ്സ്. നമ്മളെപ്പോഴും പഴയ ഒരാളാണ് ആ കാര്യത്തിൽ. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഞെക്കിയിട്ടാണ് ഈ സംഗതികൾ മാറ്റുന്നുള്ളത് ഒരു കുറവായിട്ട് തന്നെ കാണുകയാണ്. കാരണം ഇത് മാറിയിട്ട് സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാവാനുള്ള സമയം കഴിഞ്ഞു. അതൊരു കാര്യമായിട്ട് കാണാം. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്തുകൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ എൻജിൻ, മോട്ടർ, ബാറ്ററി, ദിസ് ഈസ് സ്മാർട്ട് ഹൈബ്രിഡ്. പിന്നെ സ്പീഡോമീറ്റർ, ഇവിടെ ഫ്യൂവൽ എഫിഷ്യൻസി, റേഞ്ച്, അതുപോലുള്ള കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൈ ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ ട്രിപ്പ് ബി ഒക്കെ ഉണ്ട്. ഓക്കെ, മോഷൻ സെൻസറുകൾ കാണാം. ഇവിടെ ഫ്യൂവൽ മീറ്ററും എൻജിൻ ടെമ്പറേച്ചറും കാണുന്നുണ്ട്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ HUD എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആരും ഉപയോഗിച്ചും താത്ത പറ്റുന്നോട്ടെ താത്തിയിട്ടുണ്ട്. ഇത് വണ്ടി ഓടിക്കുമ്പോൾ പറ്റില്ല, വണ്ടി നിർത്തിയാലേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഏറ്റവും താഴ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വൃത്തിയായിട്ട് കാണാം. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ കൊടുത്ത ഈ കോപ്പർ എലമെൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മെറ്റലാണെന്ന് തോന്നും, പക്ഷെ മെറ്റലല്ല. ഇവിടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഗ്ലോ ബോക്സിൽ മാറ്റങ്ങളില്ല, സെയിം ഗ്ലോ ബോക്സാണ്. പക്ഷേ AC വെൻ്റ് അതിനകത്ത് കാണാം. പിന്നെ ഈ AC കൺട്രോൾസ് നമ്മൾ വിക്ടോറിയസ് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഓഫ് എന്നൊരു ബട്ടൺ കാണില്ല. നമ്മൾ ഫാനും AC ഓഫ് തന്നെ വേണം. അപ്പോൾ ഞാൻ AC ഓഫ് ഇട്ടിരിക്കായിരുന്നു, കാരണം ക്യാമറയിൽ ഭയങ്കര ഫോഗ് അടിച്ചു. പിന്നെ ഇവിടെ കാണുന്ന വയർലെസ് ചാർജിങ് പാഡിന് കൂളിംഗ് ഓപ്ഷൻ എന്നുള്ളത് നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ ഇവിടെ C പോർട്ട് ഇല്ല, A പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യണമെങ്കിൽ A തന്നെ വേണം. ഇതാണ് ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഇത് 6 സ്പീഡാണ്. ഇവിടെ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളുണ്ട്. ഇത് കണ്ടോ, ഈ കേബിൾ ഞാൻ പിന്നിൽ എടുത്തുക, കാരണം കേബിൾ പിന്നിൽ എടുക്കാതെ കുത്താൻ പറ്റില്ല. ഇവിടെ ഒരു ആംറസ്റ്റും ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്കിതിനുള്ളിലൂടെ കൈ ഓടിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയസ് കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഏറ്റവും ഫെമിലിയറായിട്ട് തോന്നുക ഈ AC കൺട്രോൾസാണ്. 30 തമ്പുരാനെ. ഓക്കെ, അതുപോലെ ഓട്ടോ എന്നുള്ളത് ഇതിനകത്തേ കാണുള്ളൂ, താഴത്തില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ വേണ്ട, ഫാൻ സ്പീഡ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് ഭയങ്കര സൗണ്ടായിരിക്കും. ഇവിടെ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലൈമറ്റ് ഇവിടെ താഴേക്ക് ആക്കിയാലും നമുക്ക് ഷോർട്ട് കട്ട്സുകളൊക്കെ കാണാം. പിന്നെ സുസുക്കി കണക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഈ വണ്ടി ഉപയോഗിച്ചതെന്ന് പറയുന്നത്. അതുപോലെ ആർക്കിമിസിൻ്റെ 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ്. ഇത് അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവാണ്, അത്യാവശ്യം റെസ്പോൺസീവാണ്. മാപ്പിൾസിൻ്റെ മാപ്പ് ഈ വണ്ടിക്കകത്തുണ്ട്. ഇത് നമ്മൾ വിക്ടോറിയസിനകത്തും കണ്ടിട്ട് നെറ്റ്വർക്ക് എറ. ഓക്കെ, എന്തോട്ടെ. എന്തായാലും ഇവിടെ ഈ മെനുവിലൂടെ പോയ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ആമസോൺ അലക്സ ആപ്ലിക്കേഷൻസ്, മീഡിയ, കോൾ സെറ്റിംഗ്സ്, ക്ലൈമറ്റ്, സുസുക്കി നാവിഗേഷൻ, 360 ഡിഗ്രി ക്യാമറ. ഈ 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോളർ പിടിച്ച് വേണം റിവേഴ്സിനായിട്ട്, കാരണം ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്കിവിടെ 360 ക്യാമറ വരും. ഈ ക്യാമറ വന്നാൽ ക്യാമറയുടെ ഓരോരോ ആംഗിളുകൾ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. 3D 2D ഒന്നും എഴുതിയിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാമറ സെറ്റിങ്സ് ആണ്. എന്തായാലും കൊള്ളാം. പിന്നെ ഇവിടെ ആ മിററിൽ ഓട്ടോ ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൺവൈസറിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. ഇതൊക്കെ നമ്മൾ പല വണ്ടികളും കാണില്ല. പിന്നെ ഇവിടെ സൺറൂഫ് കൺട്രോൾസ്, ഈ ലൈറ്റുകൾ, അതുപോലെ സൺഗ്ലാസ് ഹോൾഡറും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇതാണ് സൺറൂഫ്. വളരെ ചെറിയൊരു സൺറൂഫാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ സൺറൂഫാണ്. ഡ്രൈവർക്ക് ഇപ്പോൾ കണ്ണാടി വേണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ട് അങ്ങ് ഒഴിവാക്കും. ഇതിൻ്റെ ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള റെസ്പോൺസീവായിട്ടുള്ള സ്ക്രീൻ നമുക്ക് പട്ടാപ്പകലിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്ക്രീൻ സേവർ ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണേൽ കൊടുക്കാം. അവിടെ പ്രസേര പിക്ചർ കാണാം. ഓക്കെ, ഇവിടെ താഴെ പോകുമ്പോൾ 360 ക്യാമറ സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോഴേ അലക്സ ആംബിയൻ ലൈറ്റ് കാണാം. ഈ ആംബിയൻ ലൈറ്റ് പുതിയതാണ്. അതുപോലെ ഇവിടെ മൈ സ്പേസ്, മീഡിയ, സൗണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സൗണ്ട് സിസ്റ്റമാണ്, അക്വസ്റ്റിക്, നാച്ചുറൽ, ഡൈനാമിക്. ഒക്കെ ഇതിനകത്ത് ആർക്കിമിസിൻ്റെ നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ് എന്ന് തന്നെ പറയാം. ഡാഷ്ബോർഡിലും മാറ്റങ്ങളില്ലാത്തതുകൊണ്ടേ അങ്ങനെ തന്നെ നമുക്ക് ആ ഡാഷ്ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ബോണറ്റ് കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഹോൾഡ് അല്ലെങ്കിൽ പിടിക്കാനുള്ള സ്പേസ് കൊള്ളാം. ഈ മിററിൻ്റെ കാഴ്ച നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഡോർ പാഡിൽ സ്വിച്ചുകൾക്ക് മാറ്റമില്ലെന്ന് കാണാം. ഇത് മിറർ സ്വിച്ചാണ്. സ്പീക്കർ ഉണ്ട്, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്, സ്വാഭാവികം. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഒന്നുമില്ലെന്ന് കാണാൻ പറ്റും. അത് മാറ്റങ്ങളൊന്നും പറയാനില്ല. ഈ ഇൻസെർട്ടിൻ്റെ കാര്യം പറയുള്ളൂ. വലിയ ബോട്ടിൽ ഹോൾഡറാണ്. പവർ വിൻഡോയുടെ ബട്ടൺ കാണാം. ഇവിടെ ബ്രസയുടെ ബ്രോഷർ ഉണ്ട്. നമുക്ക് ബ്രോഷറൂടെ ഒന്ന് കണ്ണോടിക്കാം. ഓക്കെ, റെഡും ബ്ലാക്കും ആണ് അവരുടെ മീഡിയ കളേഴ്സ്. കൊള്ളാം. വ്യൂ പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ന്യൂ പ്രിസിഷൻ കട്ട് അലോയ്സ്, ഡ്യുവൽ ടോൺ ക്ലാഡിങ്, ബോൾഡ് ഫ്രണ്ട് ഗ്രില്ല് വിത്ത് ഡാർക്ക് ക്രോം ആക്സൻസ് ചേഞ്ചസ് കഴിഞ്ഞു. അകത്ത് 64 കളർ ആംബിയൻ ലൈറ്റിങ് പ്ലസ് ലെതററ്റ് സീറ്റ് അപ്പോൾസറി, ഇലക്ട്രിക് സൺറൂഫ് കഴിഞ്ഞു. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ്റെ മാറ്റം,
പിന്നെ ഇവിടെ ഒരു സ്മാർട്ട് ഹൈബ്രിഡാണ്. CNG ഉണ്ട്. CNG ടാങ്ക് താഴത്താണെന്നുള്ളത് നല്ല ഗുണമുള്ള കാര്യമാണ്. അതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ കൂളിംഗ് വെന്റിലേറ്റർ സീറ്റ്, ഓട്ടോ പ്യൂരിഫൈ സിസ്റ്റം, 360 ക്യാമറയൊക്കെയാണ് കാണുക. ഇവിടെ ലെവൽ അപ്പ് യുവർ പ്ലേ വിത്ത് ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞിടത്ത് പ്രീമിയം സൗണ്ട് സിസ്റ്റം ഉണ്ട്. സ്മാർട്ട് പ്ലേ പ്രോ X വിത്ത് ബിൽറ്റ് ഇൻ അലക്സ, നെക്സ്റ്റ് സുസുക്കി കണക്ട് വിത്ത് കാള്, സുസുക്കി നാവിഗേഷൻ മാപ്പിൾസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാറ്റങ്ങളായിട്ട് പറയാനുള്ളത്. ഇവിടെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം വന്നിട്ടുണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ടും സേഫ് എക്സിറ്റ് വാണിംഗ് വേണ്ടിയിട്ട് ഫീച്ചേഴ്സായിട്ട് പറയാം. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ് ഉണ്ട് വിത്ത് ലെയിൻ ചേഞ്ചിങ് അലർട്ട്. നല്ല ബ്രോഷറാണ് കേട്ടോ, നല്ല ബ്രോഷറാണ്, ഒന്നും പറയില്ല, നല്ല ഭംഗിയുള്ള ബ്രോഷറാണിത്. ഞാൻ വണ്ടി ഓടിച്ചു വന്ന സീറ്റിംഗ് പോസ്റ്ററാണ് ഇത്. അറ്റത്തും അത് അടുത്തും ലെഗ് സ്പേസ് തീരെ കുറവാണ് അങ്ങനെ ഇട്ടാൽ. പക്ഷെ അങ്ങനെ ഇട്ട് ആരും ഓടിക്കില്ലല്ലോ. പിന്നിൽ AC വെൻസ് ഉണ്ട്, താഴെ സീ പോർട്ടുകൾ കാണാം. ഈ സീറ്റിൻ്റെ ആംഗിൾ കൊള്ളാം, മാറ്റങ്ങളില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മാത്രവുമല്ല ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് കാണുന്നുണ്ട് വിത്ത് ബോട്ടിൽ ഹോൾഡർ, കപ്പ് ഹോൾഡറൊക്കെ ആയിട്ടുള്ളത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 5 സീറ്റ് ബെൽറ്റുകളും 5 സ്റ്റാർ സേഫ്റ്റിയുള്ള വണ്ടിയാണ്. പിന്നെ ഈ സീറ്റ് ബെൽറ്റ് അടക്കി വെക്കാനുള്ള സംഗതി ഇവിടെ വെച്ചിട്ട് പുറത്ത് കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, എന്തായാലും അത് രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ബ്രെസയുടെ അകത്തളത്തിൻ്റെ അവസ്ഥ. ഈ ബ്രെസയുടെ ബാക്ക് സീറ്റിലിരിക്കുമ്പോഴേ ഇവിടെ ഒരു കർട്ടൻ ഇല്ല എന്ന് വേണമെങ്കിൽ പരാതി പറയാവുന്നതാണ്. പിന്നെ ഇവിടെ ലെഗ് സ്പേസിൽ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് പരാതി പറയാം. പക്ഷേ ഈ പരാതിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് പുതുതായിട്ട് പറയാനൊന്നുമില്ല. ഈ ഹെഡ് റെസ്റ്റിൽ ഹെഡും വെച്ച് ചാരിയിരിക്കാനായിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും LXi മോഡലിൻ്റെ കാര്യം പറയാം. LXi മോഡലിൽ ഇരിക്കുമ്പോൾ ഇത് കൊള്ളാവുന്ന വണ്ടിയാണ്. ടർബോ മോഡൽ വരുമ്പോൾ ഇതിൻ്റെ എഞ്ചിനും പെർഫോമൻസും മൈലേജാണുള്ള കാര്യം. 20 കിലോമീറ്റർ പുറത്താണ് ഇതിന് മൈലേജ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്, അന്നും ഇന്നും എന്നും. അത് തുടരും. ഒരു മൊബൈൽ പോക്കറ്റ്, ഒരു വാലറ്റ് പോക്കറ്റ്, ഒരു മാപ്പ് പോക്കറ്റ്, ദേ അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്. സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എനിക്കിഷ്ടമാണ്. ഇവിടെയുമുണ്ടൊരു കോട്ട് ഹുക്ക്. ഈ ആംറസ്റ്റിൻ്റെ പിന്നിലെ AC വെൻറ്റുകളും ചാർജിങ് സോക്കറ്റൊക്കെ കാണാൻ പറഞ്ഞില്ലേ, പക്ഷേ മിഡിൽ ഹമ്പ് ഉണ്ട് കേട്ടോ, അത് മാറ്റമൊന്നുമില്ല. ഇവർ മാറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്, അത് കൊള്ളാം. ബ്രസയിലെ ഈ പുതിയ സീറ്റിൻ്റെ അപ്ഹോൾസറി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയൂട്ടോ, ഇത് കൊള്ളാം. ഇവിടെ അത്യാവശ്യം തൈ സപ്പോർട്ടും വിടുത്തും കാര്യങ്ങളൊക്കെ കാണാണ്ട്. ഓക്കെ, പെഡലുകളുടെ വിന്യാസം കണ്ടോ, ആ ബ്രേക്ക് പെഡലും ക്ലച്ച് പെഡലും നമ്മളുള്ളത്. പിന്നെ അത് അവിടെ ഡെഡ് പെഡലുണ്ട്. ഈ വണ്ടിക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും സീറ്റിനില്ല, എല്ലാം മാനുവലാണ്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ഇനി ഇതിൻ്റെ ടയർ പ്രഷർ എത്രയാണ് അതിവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. 33 PSI ആണ് പിന്നിലും ബാക്കിലും. ലോഡ് കൂടുതലാണെങ്കിൽ 36, 41. ഈ വണ്ടിയുടെ സസ്പെൻഷൻ കണ്ടില്ലേ, ഇത് മക്ഫേഴ്സൺ സ്ട്രട്ട് തന്നെയാണ് ആ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ ടോർഷൻ ബീമും. ഈ മിററിലെ LED ലൈറ്റ് കൊള്ളാല്ലേ, ഈ പ്രൊട്ടക്ഷൻ കണ്ടോ, ചെറിയ തട്ടൊക്കെ അതിജീവിക്കും. പിന്നെ ഇതിന് ഫ്രണ്ടിലേക്കും മടങ്ങാൻ പറ്റും. അതായത് ചെറിയ ബൈക്കുകളുടെ തട്ടൊന്നും ആ വണ്ടിയെ ബാധിക്കില്ല. മഹീന്ദ്ര പോലുള്ള വണ്ടികളാണെങ്കിൽ ഇത് പറഞ്ഞു പോരുമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മാരുതിക്ക് അങ്ങനെ പേടി പേടിക്കില്ല. ഈ വീലാർച്ച് വലുതാണ്. ഈ വീലാർച്ചിൻ്റെയൊക്കെ ബ്ലാക്ക് നരയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ക്ലാഡിങ്ങും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്നും ബ്രസയുടെ ഫാനാണ്. കാരണം ബ്രസയുടെ വാല്യൂ ഫോർ മണി പ്രപ്പോസൽ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഏത് ഒരു വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾ ബ്രസയുടെ വില കൂടി നോക്കിയിട്ട് പോകണം. കാരണം 10 ലക്ഷം രൂപയുടെ താഴെ LXi കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് വന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, BHP കുറവായിരിക്കാം, പവർ കുറവായിരിക്കാം, പക്ഷേ റിഫൈൻമെൻറ്റ് ലെവലെന്ന് പറയുന്നത് നല്ലതാണ് ബ്രസയ്ക്ക്. അതിപ്പോൾ ഈ ഒരു വണ്ടിക്ക് മാറ്റങ്ങളില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ വണ്ടിയുടെ ഒരു പൊതുവെയുള്ള മാറ്റങ്ങളിലെ മാറ്റം ഇല്ലായ്മ എന്ന് പറയുന്നത് എഞ്ചിനിലേക്ക് ഫോക്കസ് ചെയ്തേക്കുന്നത്, അതുപോലെ ആവശ്യം വേണ്ടുന്ന ക്ലെവറായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് എല്ലാം മാരുതി സുസുക്കിയുടെ ഒരു പുതിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം ഒരു മൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന നിലയ്ക്ക് കൊടുന്നപ്പോഴും എൻജിൻ മാറ്റി, ഗിയർ ബോക്സ് മാറ്റി, അതിനെ വലിയൊരു ഫേസ് ലിഫ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ മാരുതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണപ്പോൾ ബ്രസ ടർബോ പെട്രോൾ. 109 BHP അല്ലെങ്കിൽ 170 ന്യൂട്ടൺ ടോർക്ക് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആകുന്നുണ്ട് ഈ വണ്ടീനെ. അതുപോലെ കാല് കൊടുത്ത് ഓടിക്കാനും, അതുപോലെ നമുക്ക് സിറ്റിയിൽ കൂടിയ ഗിയറിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5ാമത്തെ 4ാമത്തെ ഗിയറിൽ വളരെ കുറഞ്ഞ സ്പീഡ് ഓടിക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് ഓടിച്ചു വരുന്ന സമയത്ത് 6ാമത്തെ ഗിയറിൽ 60 കിലോമീറ്ററിൽ കുറേ നേരം ഓടിച്ചു. അങ്ങനെ ഓടിക്കുമ്പോൾ 20 കിലോമീറ്ററിന് പുറത്ത് ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈവേ ഡ്രൈവിങ്ങിന് ഉതകുന്ന ഒരു ഗിയർ ബോക്സ് ആയിട്ട് ഈ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് കാണാൻ റേഷ്യോ എന്താ നോക്കണം. റേഷ്യോ എന്താ നോക്കിയിട്ട് ഞാൻ താഴെ റേഷ്യോയെക്കുറിച്ച് കാണിക്കുക അല്ലെങ്കിൽ എഴുതുക ചെയ്യാം കേട്ടോ. ഞാൻ റീസെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുന്നത് ഹൈവേയിലാണ്, 6ാമത്തെ ഗിയറിലാണ്, 70 കിലോമീറ്റർ സ്പീഡിലാണ്. ആ റെഡ് സിഗ്നൽ വരെ ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻ നിങ്ങൾ ഞെട്ടിക്കോ അതോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. നമുക്ക് ചെറിയ RPM ഓടിക്കുമ്പോൾ മാത്രമല്ല മൈലേജ് കിട്ടുക,
പവർ അല്ലെങ്കിൽ ടോർക്ക് ഫിഗറുകൾ, അതായത് ഒപ്റ്റിമം പവർ അല്ലെങ്കിൽ ഒപ്റ്റിമം ടോർക്കിൽ ഓടിക്കുമ്പോഴാണ് മൈലേജ് കിട്ടുക. 21.9 കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇനി 26.3 കാണിക്കുന്നത്. ഓക്കെ, അതൊക്കെ വെരി ഷോർട്ട് മൈലേജ് ആണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഈ 6 ഗിയറിലുകൊണ്ട് ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ടാകും എന്നുള്ളതിനാണ്. ഹൈവേയിലും അതുപോലെ സിറ്റിയിലെ ആ ഒരു ഡ്രൈവബിലിറ്റിയും അല്ലെങ്കിൽ കാര്യങ്ങളും കൊള്ളാം. നോക്കി മൈലേജ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വണ്ടി ഓടിക്കാൻ രസമുണ്ട് എന്നാണ് പറയാനുള്ളത്. ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്. ഓക്കെ, ഫ്രോങ്സിലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്. ഈ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആകുമ്പോൾ തന്നെ ഇതിനൊരു ഇത്തിരി കൂടി ഒരു പവറും ഫ്യൂൽ എഫിഷ്യൻസി ഇത്തിരി കൂടി എഫിഷ്യൻസി കൂടുതലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കാല് കൊടുക്കുമ്പോൾ ചാടി കയറി പാഞ്ഞു പോകുന്നൊരു ഫീൽ വണ്ടിക്കുണ്ട്. ടർബോ ലാഗ് മാസ്ക്ഡ് ആണ്. ഒന്നുകിൽ ഈ ഒരു ടർബോയുടെ ട്യൂണിംഗ് എന്ന് പറയുന്നത് മികച്ചതാണ്, അതല്ലെങ്കിൽ ഇവരുടെ ഗിയർ ബോക്സിൻ്റെ ട്യൂണിംഗ് എന്ന് പറയുന്നത് മികച്ചതാണ്. എന്താണെന്ന് തന്നെ ആയിരുന്നാലും ഇതിൻ്റെ ഒരു ടർബോ ലാഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ടർബോ ലാഗ് എന്ന് പറയുന്ന പ്രശ്നമേ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതൊരു ഗുണമായിട്ട് തോന്നുന്നുണ്ട്. മുംബൈയിലെ മഴ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടോ, നല്ല മഴയാണ്. അത് ശബ്ദത്തിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും ഉള്ള ഈ വണ്ടിക്ക് ഞാൻ എന്തായാലും വൈപ്പർ ഓണാക്കി സൺറൂഫ് അടച്ചു. കാരണം സൗണ്ട് കത്തിക്കാൻ അധികം വരാൻ പാടില്ലല്ലോ. ഇതിൻ്റെ നോയ്സ് ഇൻസുലേഷനൊക്കെ കൊള്ളാം. വലിയ കാര്യമായിട്ടുള്ള ലഹളയും കാര്യമൊന്നും വണ്ടിക്ക് അധികം വരുന്നില്ല. അതൊക്കെ തന്നെ നല്ല ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. മുകളിൽ പ്രവറാന്ന് മഴ വീഴുന്ന സൗണ്ടൊന്നും വരുന്നില്ല, ജിമ്മിനിക്കൊക്കെ വരുന്ന പോലെ ഒന്നുമില്ല. അതൊക്കെ ക്ലീനാണ്. ഇത് ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ സേഫ്റ്റി കിട്ടിയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിഫൈൻമെൻറ്റിന് ഉതകുന്ന ഒരു വണ്ടിയാണ് ബ്രസ എന്ന് അതിൽ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ലോ ആൻഡ് ടോർക്ക് നല്ലതാണ്, അതുപോലെ മിഡ് റേഞ്ചും കൊള്ളാം. അപ്പോൾ നമ്മൾ K15B എന്ന് പറയുന്ന എഞ്ചിൻ നമ്മുടെ ജിമ്മിക്കകത്തിരിക്കുന്നത് K15C ആയിരുന്നു ബ്രസയ്ക്കകത്തിരിക്കുന്നത്. ആ ഒരു എഞ്ചിനിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ആ എഞ്ചിൻ അവർ ഈ വണ്ടിക്കകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വേരിയൻ്റിൽ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് ആയിട്ടുള്ള LXIക്ക് ഈ വണ്ടിക്ക് വളരെ കുറഞ്ഞ വിലയുള്ളൂ. അത് 7,40,000 രൂപയാണ്. എനിക്ക് തോന്നുന്നു എക്സ്ട്രോൺ പ്രൈസാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീലാണ്. കാരണം ഒരു LXI മോഡൽ ടർബോ കിട്ടുക, അതെ ടർബോയ്ക്ക് LXI ഉണ്ട്. ആ LXI മോഡൽ ടർബോ ആയതുകൊണ്ടും അതിൻ്റെ CC 1 ലിറ്റർ ആയതുകൊണ്ടും ടാക്സ് കുറച്ചത് കൊണ്ടുമാണ് ഈ വണ്ടിയുടെ വില കുറയാൻ കാരണം എന്ന് പറയുന്നത്. അത് കേട്ടൻ തന്നെയാണ്. കേട്ടൻ ടർബോ ആണ് ഈ എഞ്ചിൻ ബൂസ്റ്റർ ജെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഏത് വണ്ടി വാങ്ങാനുമുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. ടർബോ വേണമെങ്കിൽ അങ്ങനെ, എന്നെ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്നെ എന്ന് പറയുമ്പോൾ എന്താ നാനാ അത് കൊള്ളാം. ഈ വണ്ടിയുടെ ബ്രേക്സും കൊള്ളാട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ബ്രേക്കിൽ അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇൻഫാക്ട് വീലുകളിലും മാറ്റങ്ങളൊന്നുമില്ല. അലോയ് വീലിൻ്റെ ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്. ഇത് ഒരു പുതിയ ഡിസൈനിലുള്ള അലോയ് വീലാണ്. ആ അലോയ് വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16 ഇഞ്ച് തന്നെയാണ്. ആ വീലിൽ നമുക്ക് നല്ല പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡ് ഈ ബ്രസയ്ക്ക് തരുന്നുണ്ട്. ആദ്യ ജനറേഷൻ ബ്രസയുടെ റൈഡ് അത്ര കേമായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ റൈഡ് നന്നായത്. ആ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫേസ് ലിഫ്റ്റിലും കാണാം. അതായത് മക്ഫേഴ്സൺ സെറ്റായിട്ടുള്ള ഫ്രണ്ട്, ടോർഷൻ ബീമായിട്ടുള്ള ബാക്കിൽ സസ്പെൻഷന് ട്യൂണിങ്ങിലൊന്നും ഒരു കാര്യമായിട്ട് മാറ്റം വരുത്തില്ല. പക്ഷേ ഇവിടെ ഒരു മാറ്റം കാണാൻ പറ്റുക, ഇതിൻ്റെ എഞ്ചിന് വെയിറ്റ് കുറവാണ്. 1.5 ലിറ്റർ എണ്ണയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടർബോ ചാർജർ എഞ്ചിൻ എന്ന് പറയുന്നത് 1 സിലിണ്ടർ കുറവാണ്. ചോപ്പ് ചെയ്ത് പറഞ്ഞ ആ ഒരു എഞ്ചിനല്ലേ, ലിറ്ററും കുറവാണ്. 1.5 അല്ല 1 ലിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ സൈസ് കുറവുകൊണ്ട് വെയിറ്റിലൊരു ബെനിഫിറ്റ് ഈ വണ്ടിക്കുണ്ട്. ഒരിത്തിരി അജൈലായിട്ടുണ്ട്. ഒരിത്തിരി ഒരു എന്താ പറയുക, കുതിച്ച് കയറി പോകുന്ന ഒരു ഫീൽ ഈ വണ്ടിക്കുണ്ട്. പെപ്പിനെസ് എന്താ പറയുക, ഒരിത്തിരി പെപ്പി ആയിട്ടുള്ള ബ്രസയായിട്ട് ടർബോ പെട്രോളിനെ കാണാം. പിന്നെ കാര്യമായിട്ടുള്ള ബോഡി റോളൊന്നും വണ്ടിക്കില്ല കേട്ടോ. ഇത് ഒരു ബോക്സി വണ്ടിയാണ്. SUV-യുടേതായിട്ടുള്ള ഒരു ബോഡി റോൾ ഉണ്ടാവും. പക്ഷേ അതത്ര ബോധസം അല്ല, അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ബോഡി റോൾ അല്ല എന്നുള്ളത് ഈ വണ്ടിയുടെ ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ബ്രസ പൊതുവെ ഇഷ്ടമാണ്. ബ്രസയുടെ എഞ്ചിൻ ഉണ്ടല്ലോ 1.5, അതിൻ്റെ മിഡ് റേഞ്ചും ടോപ്പ് എൻഡുമാണ് നല്ലത്. അതായത് ലോ എൻഡിൽ വണ്ടി ലെത്താർജറ്റിക് ആണ്. ചവിട്ടി പിടിച്ചാൽ കയറി പോകാൻ പറ്റില്ല. നമുക്കൊരു ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഗിയറിൽ വർക്ക് ചെയ്യണം. പക്ഷേ ഒരു 4000 RPM ഒക്കെ കഴിഞ്ഞാൽ വണ്ടി വളരെ തനിക്കുണം കാണിക്കും, പറന്ന് കയറി പോവും. അങ്ങനെയായിരുന്നു. അത് ടോപ്പ് എൻഡ് വരെ നിൽക്കുകയും ചെയ്യും, 6200 RPM വരെ നിൽക്കുകയും ചെയ്യും. ഇവിടെ ടർബോ പെട്രോൾ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ലോ എൻഡും മിഡ് റേഞ്ചും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നോക്കുന്നില്ല. കാരണം ഒന്ന് ഹൈ സ്പീഡ് ഡ്രൈവ് ഒന്നും ചെയ്യാനുള്ള പ്ലാനില്ല. കാരണം മഴ പെയ്യുന്നുണ്ട്. പിന്നെ മുംബൈ ട്രാഫിക്കാണ്. മുംബൈ ട്രാഫിക്കിൽ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് ഒരു ഇത്തിരി കുറവ് വരാൻ ചാൻസ് ഉണ്ട് ടർബോ ആയതുകൊണ്ട്. ഇത് VGT ആണെന്നാണ് ഞാൻ കരുതുന്നത്. VGT അല്ലെങ്കിൽ VGT എന്ന് വെച്ചാൽ മതി, വേരിയബിൾ ജോമെട്രിക് ടർബോ. അപ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ ഗുണങ്ങളും VGTയുടെ ഗുണങ്ങളും നമ്മൾ ഈ വണ്ടിക്കകത്ത് കണ്ടു. പിന്നെ ഇതിനകത്ത് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൈഡ് ക്വാളിറ്റി ഗുണമാണ്. പിന്നെ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്സിൻ്റെ ഗുണമാണ്. പിന്നെ ഈ വണ്ടിക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ വണ്ടി കയറി ആദ്യം ഓഫാക്കുന്ന മുതൽ ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. അതിനെന്താ കാരണം വെച്ചാൽ ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്രകൃതിക്ക് നല്ലതായിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ഒക്കെ വണ്ടി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റ് വണ്ടി നിർത്തിയിരുന്നു, അപ്പോഴേ വണ്ടി ഓഫ് ആവുന്നു. അത്രയും പൊല്യൂഷൻ കുറവ്. ഓക്കെ, പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക് എന്നിലെ പ്രകൃതി സ്നേഹി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിലെ എന്തൂസിയാസ്റ്റ് മെക്കാനിക്കൽ എമ്പതിയുള്ള ഒരു 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 മെക്കാനിക്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രേമി എന്ന നിലയ്ക്ക് ഞാൻ ഈ സാധനം അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല.
ബ്രസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സെൽഫ് സ്റ്റാർട്ടറിൽ സ്റ്റാർട്ടാവുന്ന വണ്ടികൾ, ഫോർ എക്സാമ്പിൾ ജിംനി, അതിൻ്റെ സെൽഫ് 10-15 വട്ടമൊക്കെയാണ് ഒരു ട്രിപ്പിൽ ക്രാങ്ക് ആവുന്നത്, ഓണാക്കിട്ടാൽ. അങ്ങനെ ക്രാങ്കായ ബാറ്ററിക്കല്ല പ്രശ്നം, ഗിയർ ബോക്സിനല്ല പ്രശ്നം, എൻജിനും സെൽഫ് മോട്ടറിനും ബാറ്ററിയും ഒക്കെ പ്രശ്നമാണ് മാൻ. അതായത് സെൽഫ് മോട്ടർ കൂടുതൽ പണിയെടുക്കണം, ബാറ്ററി കൂടുതൽ ചാർജ് ആവും, എൻജിനിൽ ഓയിൽ ഫ്ലോ പെട്ടെന്ന് നിൽക്കും, പെട്ടെന്ന് തുടങ്ങും, അങ്ങനെ ഡ്രൈ റണ്ണിങ് ഉണ്ടാവും, ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കയറിയപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, വണ്ടി കയറി ഞാൻ ആദ്യം ആട്ടോ സ്റ്റാർട്ട് അങ്ങ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഫ് ചെയ്യാൻ ചെയ്യാറ് ഇവർ ഈ നിയമം കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടും നിയമം നമ്മൾ പാലിക്കണം എന്നുള്ളതുകൊണ്ടും എന്ത് ചെയ്താൽ ഇവർ ആ ഒരു സംഗതി ഓഫ് ചെയ്തൊക്കെയാണൊരു ഓപ്ഷൻ കൊടുക്കൂല. ഇതെനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഓട്ടോ സ്റ്റാർട്ട് ഷോപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഓണാക്കാന്നുള്ള ഓപ്ഷനായിട്ട് കൊടുത്തോട്ടെ, പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ നോംസ് ശരിയാവില്ലല്ലോ അല്ലേ. ആ വണ്ടി പോകുന്നുണ്ട്, അത് നമ്മുടെ സപ്പോർട്ട് കാറാണേ. അപ്പോൾ ഞാൻ ആ സപ്പോർട്ട് കാർ ഒന്ന് കയറ്റി വിട്ട് റവ് മാച്ച് ചെയ്തു, ഗിയർ ഡൗൺ ചെയ്തു. 6000 RPM വണ്ടി റെഡ് ലൈൻ ചെയ്തു. ഓൾ ദ വേ 6200 പോകുന്നില്ല. അതായത് റെഡ് ലൈൻ മാർക്ക് ചെയ്ത റെഡ് ലൈനിലേക്ക് സൂചി എത്തുന്നില്ല. അതിനു മുമ്പേ വണ്ടി നമ്മുടെ റവ് ലിമിറ്റർ കിക്കും ചെയ്യുന്നുണ്ട്. എനിവേ, ഈ മീറ്റർ ടെസ്റ്റിനകത്ത് കൈ ഓടിക്കാൻ പാടാം. അതിനകത്ത് ഈ 2 വടികൾ തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സ്ക്രീൻ നല്ലതാണ്, നമ്മുടെ കാഴ്ച തടസ്സപ്പെടുത്തില്ല. ചെറിയ തോതിൽ വൈപ്പേഴ്സിനെ കാണാനുള്ളൂ. ഇവിടെ ഒരു പാർട്ടി ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ആളുകൾ വന്ന് കയറിക്കുമ്പോഴേ ചുമ്മാ പട്ടിഷോ പോലെ ഇരുന്ന് ഇതങ്ങ് ഓണാക്കിയാൽ ഓക്കെ, ദേ വന്ന് കേട്ടാ എൻ്റെ വണ്ടിയിൽ HUD ഉണ്ട്. അത് സ്ക്രീനിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിൻ സ്ക്രീനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ റിയർ വൈപ്പർ ഏറ്റവും കൂടുതൽ ആവശ്യം SUVക്കും ഇതുപോലുള്ള വണ്ടികൾക്കാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ ബേസ് മോഡൽ വാങ്ങരുതെന്ന് ഞാൻ പറയാൻ കാരണം, എന്തായാലും വണ്ടി മേടിക്കണം, അപ്പോൾ റിയർ വൈപ്പറുള്ള വണ്ടി മേടിക്കൂ എന്ന് പറയാൻ കാരണം ഇതാണ്. ഇപ്പോൾ മഴ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാക്കിയുള്ള ആ ഗ്ലാസ്സിലെ അവസ്ഥയും ആ തുടയ്ക്കുന്നവരുടെ അവസ്ഥയും കേട്ടോ, അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ വണ്ടിയുടെ കൺട്രോൾസും പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. അതായത് ഈ ഒരു ബ്രസ എന്ന് പറയുന്നത് ഓൾറെഡി ഓടിക്കാൻ ഫണ്ണായിരുന്നു. ഫണ്ണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഫണ്ണിന് നിങ്ങൾ സ്പീഡോ അല്ലെങ്കിൽ പവറോ ആയിട്ട് കാണണ്ട, ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ബിഹേവിയറായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ചാസി അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്ലോബൽ സി ആയതുകൊണ്ട് തന്നെ, ഇപ്പോൾ വിക്ടോറിയസ് അല്ലെങ്കിൽ കാനുറ്റാറ ആ ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലോബൽ കാർ ഓടിക്കുന്ന ഒരു ഫീലുണ്ട് എന്ന് തോന്നും. നല്ല പ്രഷറായിട്ടുള്ള റൈഡ്, നല്ല ഹാൻഡ്ലിങ്, നല്ല ടേക്കബിൾ ആയിട്ടുള്ള ഒരു നാച്ചറൊക്കെ. അപ്പോൾ അതിന് കുറവുണ്ടായിരുന്നു, പവറായിരുന്നു. അപ്പോൾ ആ പവറിലെ കുറവ് ഒരു ഇത്തിരി കുറച്ചു എന്താ പറയാനുള്ളത്, അതായത് ഒരുപാട് പവർ ആയിട്ടില്ല, സ്റ്റിൽ എന്തൂസിയാസം ആയിട്ടില്ല. കാരണം ഇപ്പോൾ പഞ്ചായി ടെർബോ 120 bhp, സോണറ്റ് ഓൾമോസ്റ്റ് 120 bhp, നമ്മുടെ വെന്യൂ 1 ലിറ്റർ ടെർബോ അതും അത്യാവശ്യം bhp കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ 109 bhp എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ മാരുതി സുസുക്കി ആസ് എ കമ്പനിയുടെ കാറുകൾ ഓടിക്കാൻ രസമാണ്, വെൽ റിഫൈൻഡ് ആണ്, നമുക്ക് ഒരു തരം അലവസരങ്ങൾ ഉണ്ടാക്കില്ല, നമുക്കിത് 3 സിലിണ്ടർ ആണെന്ന് വണ്ടി പറഞ്ഞു തരില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവർ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ ചെറിയ ബ്ലാക്ക് ഇൻസൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗിന് ഒരു ടിൽറ്റും റീച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ അഡാസ് ഫംഗ്ഷനാലിറ്റി ഒന്നുമുള്ള വണ്ടിയല്ല അത്. പക്ഷേ ഇവിടെ പ്രോക്സിമിറ്റി സെൻസറും പാർക്കിംഗ് സെൻസറിൻ്റെയും ഒരു യൂസും ഉണ്ട്. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടുള്ള ഒരു ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ലൈൻ മാറുമ്പോൾ ഉള്ള ഒരു ഡിറ്റക്ഷൻ നമുക്ക് തരും. അത് ബാക്ക് എടുക്കുമ്പോഴൊക്കെ ഡിറ്റക്ഷൻ അതല്ല പറയുന്നത്, അതെ അങ്ങനെ തരും. അതൊക്കെ ഒരു നല്ല ഫീച്ചർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കാറുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓട്ടോ ബ്രേക്സ് ആണ്. കാരണം ബൈക്കുകാർ ചാടാം, സൈക്കിളുകാർ ചാടാം, ഓട്ടോക്കാർ ചാടാം, കാറുകാർ ചാടാം, ആര് ചാടിയാലും നമ്മൾ ഇടിക്കില്ല എന്നുള്ളത് വണ്ടി ഉറപ്പാക്കുകയാണെങ്കിൽ ആ ഒരു തലവേദന കഴിഞ്ഞില്ല. പിന്നെ ട്രാഫിക്കിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കാണാം, വണ്ടി നിർത്തിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ കൈ മൊബൈലിലായിരിക്കും, കണ്ണും മൊബൈലിലായിരിക്കും. അപ്പം മുന്നിലത്തെ വണ്ടി നീങ്ങുമ്പോൾ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് നമ്മൾ കാലെടുക്കും ക്ലച്ചിൻ്റെ പോകുന്നത്, അപ്പോൾ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങും. ഒരു പക്ഷേ അങ്ങനെ നീങ്ങിയിട്ട് മൊബൈലിൽ തന്നെയാണ് കണ്ണെങ്കിൽ ഒരൊറ്റ ഇടി പിന്നിലിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഓട്ടോ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇല്ലല്ലോ, ഓട്ടോ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി തന്നെ ബ്രേക്ക് നിർത്തിക്കൊള്ളും. ഓക്കെ, അപ്പോൾ ഇടി അവിടെ ഒഴിവാകും. അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോ ബ്രേക്കാണ് ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഓട്ടോ ബ്രേക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിക്കും ഓട്ടോ ബ്രേക്ക് വേണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വണ്ടി നിൽക്കും, പിന്നിലെ വണ്ടി നിൽക്കില്ല, അവൻ നമ്മുടെ പിന്നിലെ സീറ്റ് കയറിയിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അഡാസ് ഫംഗ്ഷനാലിറ്റിക്കും ഓട്ടോ ബ്രേക്കിനും ഒന്നും പറ്റിയ ഒരു എൻവിറോൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഇന്ത്യയിലായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബോംബെയിലത്തെ അവസ്ഥ ഉണ്ടോ നമുക്കറിയാം, അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ ഉണ്ടോ നമുക്കറിയാം. നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, നമുക്കതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒരു ലൈറ്റായ ഫീലുണ്ട്, ലൈറ്റായ ഫീലുണ്ട്. അതെന്താ അറിയോ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഗിയർ ബോക്സും എഞ്ചിനും മാറി. അപ്പോൾ വെയിറ്റിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ഹെവിനെസ് കുറഞ്ഞപ്പോൾ അത് സ്റ്റിയറിംഗിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാക്കി തോന്നിയത്. അതിനിപ്പോൾ ഒരു പക്ഷേ പ്ലസീബോ ആവാം, ഒന്നുകൂടി ഓടിച്ചു നോക്കി അത് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് ലൈറ്റാണ്, പാർക്കിംഗ് സ്പീഡിൽ തീർത്തും ലൈറ്റാണ്. ഹൈവേയിൽ നമുക്കൊരു വെയിറ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ അലോസരങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. ഈ അലോസരം എന്ന് പറയുന്നത് കുറച്ച് കൂടുന്നുണ്ടോ, കുറയ്ക്കാം. വലിയ ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, സുഖമാണ് എന്നുള്ളതാണ്. സുഖമാണെന്നുള്ള ഉപയോഗിക്കാമല്ലോ. പിന്നെ വലിയ SUV ആണ് ഇദ്ദേഹം പോകുന്നത്. ആ
പ്രീഫേസ് ലിഫ്റ്റ് വണ്ടി. വലിയ SUV ആണ് എന്ന് പറയാൻ പറ്റാത്തൊരു വണ്ടിയാണ്. ഇതൊരു ഒരു കോമ്പാക്ട് SUVകളുടെ ഒരു ഗണത്തിൽ അത്യാവശ്യം നന്നായി വിറ്റിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ വിക്ടോറിയസ് വന്നു, മാരുതി ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയി വണ്ടികൾക്കുണ്ട്. അത് അരീനയുടെ കാര്യമാണ്. അരീനയിൽ ഒന്ന് വന്നപ്പോഴും ബസ്സയുടെ ഡിമാൻഡൊന്നും കുറഞ്ഞിട്ടില്ല. എപ്പോഴും LXi വേരിയൻറ്റ് വർത്താണ്, വേരിയൻറ്റ് ഭയങ്കര വാല്യൂ ആണ്. അത് ഇവർ വില കുറച്ച് ഒന്നുകൂടി ഞെട്ടിച്ചു എന്നുള്ളതാണ്. അത് ഞെട്ടിച്ചു എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ബലെനോ വാങ്ങാൻ പോവാണ് എന്നാൽ ബ്രസ മേടിക്കാം, നമ്മൾ ഫ്രോങ്സ് മേടിക്കാൻ പോവാണ് എന്നാൽ ബ്രസ മേടിക്കാം, നമ്മൾ സെലേറിയ മേടിക്കുകയാണ് കുറച്ചുകൂടി കൂട്ടിയിട്ട് ബ്രസ മേടിക്കാം. ആ മൈൻഡിലേക്ക് എത്തുന്നത് അതൊക്കെ ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും വാങ്ങാമല്ലോ. ഈ മാപ്പിൾസിൻ്റെ മാപ്പുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം മാപ്പ് നമുക്ക് വെക്കാനായിട്ട് ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലൊന്നും വേണ്ട, വണ്ടിയുടെ മാപ്പിൽ വെക്കാനാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് പലപ്പോഴും എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് എൻ്റെ ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിവൈസ് ഞാനവിടെ കണക്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്ത് ഊരി പിന്നീട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ മൈൻഡ് ചെയ്യല്ല, അതൊന്നും വേണ്ട വയ്ക്കും. കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ മാപ്പ് ഉണ്ടെങ്കിൽ കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം എപ്പോഴും നമ്മുടെ കൺവീനിയൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മാപ്പിനെ ഉപയോഗിക്കാമെന്നുള്ളത് ഒരു ഗുണം തന്നെയാണ്. ഇതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വന്ന വളരെ ചെറിയ മാറ്റങ്ങളും എന്നാൽ എൻജിനും ഗിയർ ബോക്സിലും വന്ന വലിയ വലിയ മാറ്റങ്ങളും നമുക്ക് വണ്ടിക്ക് ഒരു വണ്ടിയുടെ വീഡിയോയുമായിട്ട് ഉപസംഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിർത്താൻ പറ്റും. അതായത് ബ്രസ എന്ന് പറയുന്ന ഒരു വണ്ടിക്ക് ഒരുപാട് ഫാൻസുള്ള ഒരു വണ്ടിയാണത്. അപ്പം മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി, ആസ് എ കമ്പനി ഒരു നല്ല കമ്പനിയാണല്ലോ. ആ കമ്പനിയുടെ ഒരു നല്ല വണ്ടിയാണ് ബ്രസ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കിയുടെ ബ്രസയുടെ 1 ലിറ്റർ ടർബോ വിത്ത് മാനുവൽ ഗിയർ ബോക്സ്. ഓക്കെ, മാരുതിയുടെ റിഫൈൻമെൻറ്റ്, റിലയബിലിറ്റി, സർവീസ് സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രസയ്ക്ക് പണ്ടേയുള്ള ഗുണമാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ വന്നു എന്നുള്ളതാണ് പുതിയ ബ്രസയിലെ ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ ശരി എന്നാൽ.